നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റൈസ, സൈക്കോളജിസ്റ്റാണ്. ശബ്ദം നൽകിയിരിക്കുന്നത് അനുശ്രീ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുട്ടികളിലും കൗമാരക്കാരിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പെരുമാറ്റ പ്രശ്നത്തെക്കുറിച്ചാണ്. ഒപ്പോസിഷണൽ ഡിഫൈൻ ഡിസോർഡർ അല്ലെങ്കിൽ ODD. വീട്ടിലും സ്കൂളിലും ചില കുട്ടികളിൽ ആവർത്തിച്ചുള്ള വാക്കുതർക്കം, നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കൽ, ചെറിയ കാര്യങ്ങൾക്കുപോലും അത്യധികം കോപം കാണിക്കൽ, മുതിർന്നവരെ ചൊടിപ്പിക്കൽ തുടങ്ങിയ പെരുമാറ്റങ്ങൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ഇത് കുട്ടികളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമെന്നോ വളർച്ചയുടെ ഒരു ഘട്ടമെന്നോ കരുതി അവഗണിക്കപ്പെടുന്നു. എന്നാൽ ഒരു പ്രൊഫഷണൽ കാഴ്ചപ്പാടിൽ നമുക്ക് ചോദിക്കേണ്ടത്, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ, അല്ലെങ്കിൽ സ്ഥിരമായും ആവർത്തിച്ചും ബന്ധങ്ങളെയും പഠന പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന രീതിയിലാണോ സംഭവിക്കുന്നത് എന്നതാണ്. ഈ വ്യത്യാസം തിരിച്ചറിയുന്നതാണ് ODD മനസ്സിലാക്കാനുള്ള ആദ്യപടി. ODD എന്നത് അധികാരമുള്ള വ്യക്തികളോടുള്ള സ്ഥിരമായ എതിർപ്പും കോപവുമടങ്ങിയ ഒരു പെരുമാറ്റ മാതൃകയാണ്. അധികാരമുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ, അധ്യാപകർ, പരിചരണക്കാർ എന്നിവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ദിവസത്തെ കോപമല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലെ പ്രതികരണമല്ല, മറിച്ച് സ്ഥിരതയുള്ള പെരുമാറ്റ രീതിയാണ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 3 മുതൽ 8% വരെ കുട്ടികളിൽ ODD കാണപ്പെടുന്നുവെന്നാണ്. ആൺകുട്ടികളിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളിലും ഇത് കാണപ്പെടുന്നു. ഡയഗ്നോസ്റ്റിക് മാനദണ്ഡങ്ങൾ പ്രകാരം കുറഞ്ഞത് 6 മാസത്തേക്ക് തുടരുന്ന പെരുമാറ്റ
മാതൃകയും സാമൂഹികവും അക്കാദമികവുമായ പ്രവർത്തനങ്ങളിൽ ഗൗരവമായ ബാധയും ഉണ്ടായിരിക്കണം. ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രം പരിഗണിച്ച് നിഗമനത്തിലെത്താൻ പാടില്ല. പെരുമാറ്റത്തിൻ്റെ ആവർത്തന സ്വഭാവം, തീവ്രത, അത് ഉണ്ടാക്കുന്ന ഫങ്ഷണൽ ഇമ്പാക്റ്റ് എന്നിവ വിലയിരുത്തേണ്ടതാണ്. ODDയിലെ ലക്ഷണങ്ങൾ സാധാരണയായി 3 പ്രധാന വിഭാഗങ്ങളിലായി കാണപ്പെടുന്നു. ഒന്നാമതായി കോപവും ചൊടിയും. കുട്ടി ഇടയ്ക്കിടെ കോപം കാണിക്കാം. ചെറിയ കാര്യങ്ങൾക്കു പോലും എളുപ്പത്തിൽ ചൊടിക്കാം. നിരാശയും വിരോധവും പ്രകടിപ്പിക്കാം. രണ്ടാമതായി വാക്കുതർക്കവും അനുസരണക്കേടും. കുട്ടി മുതിർന്നവരുമായി സ്ഥിരമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടാം. നിയമങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കാം. നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിക്കാം. മറ്റുള്ളവരെ ചൊടിപ്പിക്കാം. സ്വന്തം തെറ്റുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താം. മൂന്നാമതായി പ്രതികാര സ്വഭാവം. കുറഞ്ഞത് 6 മാസത്തിനിടെ 2 തവണയെങ്കിലും പ്രതികാരപരമായ പെരുമാറ്റം കാണപ്പെടുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പല കുട്ടികളിലും ODD ADHDയോടൊപ്പം കാണപ്പെടുന്നു. ഇമ്പൾസ് നിയന്ത്രണ പ്രശ്നങ്ങളും വികാര നിയന്ത്രണ ബുദ്ധിമുട്ടുകളും ഒരുമിച്ച് വരാം. അതുകൊണ്ട് സമഗ്രമായ വിലയിരുത്തൽ വളരെ പ്രധാനമാണ്. ഒരു പെരുമാറ്റം മാത്രം നോക്കി നിഗമനത്തിലെത്തുന്നത് ശരിയായ സമീപനം അല്ല. ODD ഒരു ഒറ്റ കാരണത്തിൻ്റെ ഫലമല്ല. ഇത് ബയോ സൈക്കോ സോഷ്യൽ ഘടകങ്ങളുടെ സംയുക്ത ഫലമാണ്. ജീവശാസ്ത്രപരമായ ഘടകങ്ങളിൽ വികാര നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ന്യൂറോ ബയോളജിക്കൽ വ്യത്യാസങ്ങൾ ഉൾപ്പെടാം. ഇമ്പൾസ് നിയന്ത്രണ ബുദ്ധിമുട്ടുകളും കാണപ്പെടാം. മനഃശാസ്ത്രപരമായ ഘടകങ്ങളിൽ ട്രോമ അനുഭവങ്ങൾ, അസുരക്ഷിത
അറ്റാച്ച്മെൻറ്റ്, താഴ്ന്ന സ്വമൂല്യബോധം എന്നിവ ഉൾപ്പെടാം. സാമൂഹിക ഘടകങ്ങളിൽ കുടുംബത്തിലെ സംഘർഷങ്ങൾ, സ്ഥിരതയില്ലായ്മ, അസംഘടിത അല്ലെങ്കിൽ അതികഠിന ശിക്ഷാരീതികൾ, നെഗറ്റീവ് പിയർ ഇൻഫ്ലുവൻസ് എന്നിവ ഉൾപ്പെടാം. ഈ ഘടകങ്ങൾ തമ്മിലുള്ള ഇടപെടലാണ് പെരുമാറ്റ മാതൃകയെ ശക്തിപ്പെടുത്തുന്നത്. ചികിത്സയും ഇടപെടലും ഇല്ലെങ്കിൽ ദീർഘകാല ഫലങ്ങൾ ഉണ്ടാകാം. അക്കാദമിക പിന്നോക്കം, കൂട്ടുകാരുമായി ബന്ധപ്രശ്നങ്ങൾ, കണ്ടക്ട് ഡിസോർഡറിലേക്ക് മാറാനുള്ള സാധ്യത, ആത്മവിശ്വാസക്കുറവ് എന്നിവ സംഭവിക്കാം. എന്നാൽ പ്രാരംഭ ഇടപെടൽ നടത്തിയാൽ ഫലപ്രാപ്തി വളരെ മെച്ചപ്പെടുന്നു എന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു. ചികിത്സയിൽ പാരന്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾക്ക് സ്ഥിരതയുള്ള പരിധികളും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും ഉപയോഗിക്കുന്ന രീതികളും പഠിപ്പിക്കണം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കുട്ടിക്ക് തൻ്റെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇമോഷണൽ റെഗുലേഷൻ ട്രെയിനിങ് കുട്ടിക്ക് വികാരങ്ങളെ തിരിച്ചറിയാനും നിയന്ത്രിക്കാനും പഠിപ്പിക്കുന്നു. കുടുംബ കൗൺസിലിംഗ് കുടുംബ ബന്ധങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. സ്കൂൾ സഹകരണം അത്യാവശ്യമാണ്. വ്യക്തമായ നിയമങ്ങൾ, സ്ഥിരതയുള്ള പ്രതികരണം, അധ്യാപക കുടുംബ ഏകോപനം എന്നിവ പുരോഗതിക്ക് സഹായകരമാണ്. ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ ഇവിടെ പറയേണ്ടതാണ്. ODD ഉള്ള കുട്ടിയെ പ്രശ്നക്കാരൻ എന്ന് ലേബൽ ചെയ്യുന്നത് പ്രശ്നം വഷളാക്കും. പെരുമാറ്റം പ്രശ്നമാണ്, കുട്ടിയല്ല. കഠിനമായ ശിക്ഷ മാത്രം ഫലപ്രദമല്ല. അതികഠിന നിയന്ത്രണവും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവും രണ്ടും പ്രശ്നം വർദ്ധിപ്പിക്കാം. സ്ഥിരതയും വ്യക്തതയും അനിവാര്യമാണ്. പ്രാരംഭ തിരിച്ചറിവ്, കുടുംബ സ്കൂൾ സഹകരണം, സ്ഥിരതയുള്ള ചികിത്സ എന്നിവയാണ് കുട്ടിയുടെ ഭാവിയെ
കൂടുതൽ സുരക്ഷിതവും സ്ഥിരവുമായതാക്കാനുള്ള അടിസ്ഥാനം. നമ്മൾ ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ അധ്യാപകർ, കൗൺസിലർമാർ, മാനസികാരോഗ്യ വിദഗ്ധർ, കുടുംബം കുട്ടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ ആരോഗ്യകരമായ വഴികൾ തുറക്കാൻ കഴിയും. ODD ഒരു ഗൗരവമുള്ള പക്ഷേ ഇടപെടാവുന്ന മാനസികാരോഗ്യ അവസ്ഥയാണ്. ശരിയായ സമീപനവും സമയോചിതമായ ഇടപെടലും ഉണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നന്ദി.